നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കഴിഞ്ഞിടെ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇൻ കേസ് ഞാൻ മറന്നുപോയി. 2 ഡേ മുന്നേ ഞാൻ തകൃതിയായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്നും ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ വേറൊന്നുമല്ല, ജൂൺ 22 എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ ആണ് എനിക്ക്. ഇപ്പം തനൂട്ടിക്ക് 6 മാസം കടന്നിരിക്കുകയാണ്. അതായത് 5 മാസം കംപ്ലീറ്റ് ചെയ്തിട്ട് 6 മാസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവൾ എത്ര പെട്ടെന്നാണ് വളർന്നത്. പെട്ടെന്ന് മാസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തനൂട്ടിനെയും ആദൂസിനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ആസ് എ മദർ എന്ന നിലയിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ആദൂസിനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. ആ സമയത്ത് ആദൂസിൻ്റെ ഓരോ മന്തിലെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാനിങ്ങനെ എടുക്കുമായിരുന്നു. അവൻ്റെ ഓരോ മൊമെൻറ്റ്സും ഞാനിങ്ങനെ ഫോണിൽ ക്യാപ്ചർ ചെയ്തിട്ട് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ തനൂട്ടിനെ അങ്ങനെ ചെയ്യാൻ എനിക്കിഷ്ടമല്ല എന്നല്ല. നമുക്ക് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യലാണ്. കാരണം നമ്മൾ സിംഗിൾ ലൈഫിന് ശേഷം മാരീഡായി, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് വരുമ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓരോ മൊമെൻറ്റ്സും നമ്മളിങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം സെക്കൻഡ് ഡെലിവറി ആകുമ്പോഴത്തേക്കിന് നമുക്ക് അത്ര ഒരു പ്രയോറിറ്റി ഒന്നും നമ്മുടെ ഇടയിൽ കാണില്ല. മീൻസ് അവരുടെ ഓരോ അനക്കങ്ങളും അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല എന്നതാണ്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ഒരുപാട് ബിസിയാണ്. കുഞ്ഞിനെ വെച്ചുള്ള ഫോട്ടോസൊക്കെ എനിക്ക് എടുക്കാനായിട്ട് ഒരുപാട് ടൈം ലിമിറ്റുണ്ട്. പക്ഷേ മാക്സിമം ഞാൻ അവൾക്കൊപ്പം കളിക്കാനായിട്ടൊക്കെ ശ്രമിക്കും കേട്ടോ. ഈ ഒരു 5 മന്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പോലും കറക്റ്റ് ടൈമിൽ എനിക്ക് അവളുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് എനിക്ക് ഒരുപാട് സങ്കടം വന്നെങ്കിലും പക്ഷെ ഞാൻ എൻ്റെ വിഷമങ്ങൾ ഞാനിങ്ങനെ ഉള്ളിൽ ഒതുക്കുകയാണ്. നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യരുതെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ എന്താ പറയുക കളഞ്ഞിട്ട് മാക്സിമം തനൂട്ടിയായിട്ട് ഇങ്ങനെ ഹാപ്പി ആക്കാൻ, അതായത് തനൂട്ടിക്കൊപ്പം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഞാൻ ശ്രമിക്കും കേട്ടോ. ഇത് ഞങ്ങളൊരു ഈവനിങ് ഡേ ആണ് കേട്ടോ. അവളെ കുളിപ്പീരൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു കുറച്ച് സമയമാണ്. അങ്ങനെ കുറേ നേരം അവളുമായിട്ട് ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളെ ഞാനിങ്ങനെ ഉറക്കാൻ ശ്രമിക്കുകയാണ്. കുറേ നേരം ഞാൻ അവളെ ഇങ്ങനെ ഉറക്കാനായിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നിട്ടൊന്നും അവൾ ഉറങ്ങുന്നില്ല കേട്ടോ. അവളെ ഉറക്കിയിട്ട് വേണം എനിക്കെന്നെ കലാവിധി തുടങ്ങാനായിട്ട്. അതായത് അവളുടെ പിരികവും പൊട്ടുമൊക്കെ തൊട്ട് കൊടുക്കാനായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ അവളെ ഉറക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അവൾ എന്നെ തോൽപ്പിക്കുകയാണ്. അവൾ ഉറങ്ങാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഫോണുമായിട്ട് അവളുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവൾക്ക് അറിയാൻ തോന്നും ഞാൻ അവളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. നല്ല മൂഡാണെങ്കിൽ മാത്രം ഒന്ന് ചിരിച്ചു തരും, ഇല്ലെങ്കിൽ അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ നല്ല ഉറക്കം വന്നിരിക്കുവാണ് അവൾക്ക്. അങ്ങനെ കുറേ നേരം ഞാനിങ്ങനെ തട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഒരു സമയമൊക്കെ ഒരുപാട് മിസ് ചെയ്യും ഇവർ വളർന്നു കഴിഞ്ഞാൽ. അങ്ങനെ അവളെ ഉറക്കാൻ ശ്രമിച്ച് അവസാനം അവൾ ഉറങ്ങി കേട്ടോ. ആ ഒരു ടൈമിൽ കുറച്ച് ഫോട്ടോസൊക്കെ അവളുടെ എടുക്കാനായിട്ട് ഞാൻ തുടങ്ങി. ആ ഒരു കുറച്ച് ഫോട്ടോസ് നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തനൂട്ടിനെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.